ആരിഫിന്റെ മഖ്സൂദ്, ആരിഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത്, തേട്ടം എന്ന് പറയുന്നത് ബിൽ വളായിഫി സയ്യിദി മിമ്മ ശറഹ ലഹു ബിഹി ഔ ലവ്വഹ ലഹു ബിഹി. ബാഹ്യമായി അവന്റെ മൗലയാകുന്ന അള്ളാഹു അവനോട് ബാഹ്യമായി ചെയ്യുന്നതും അതുപോലെ തന്നെ ബാഹ്യമായി കൽപ്പിക്കുന്നതും അതുപോലെ ആന്തരികമായ കൽപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു ആരിഫിന്റെ മഖ്സദ്, അവന്റെ ലക്ഷ്യം. തസ്രീഫ് ശരീഅത്തി വ തൽവീഹുൽ ഇൽഹാം. ഇതെങ്ങനെയാണ് ബാഹ്യ ആന്തരികവും മനസ്സിലാവുക? ബാഹ്യമായ അവന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ അവനോടുള്ള കൽപ്പനകൾ സാധ്യമാവുന്നത്, അവന് മനസ്സിലാവുന്നത് ബാഹ്യമായ ശരീഅത്തിലൂടെയാണ്. എന്നാൽ ആന്തരികമായ കൽപ്പനകൾ അവന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ തൽവീഹിൽ ഇൽഹാം, ഇൽഹാമിലൂടെയാണ്. വലാ യകൂനു ഇല്ലാ ഐനു ശരിയ. എന്നാൽ ഈ ഇൽഹാം എന്തല്ല, വേറെ ശരീഅത്തിന് പുറത്തുള്ളൊന്നല്ല. അതെന്താണ്? ശരീഅത്തിന്റെ തന്നെ സത്തയാണ്. വ ഇന്നമാ യുൽഹിമുൽ ഫഹ്മു മിനശ് ശരീഅ. ഈ ഇൽഹാം എന്ന് പറയുന്നത് ശരീഅത്തിന്റെ ആയത്തിലുള്ള ഒരു ബോധ്യം ഉണ്ടാവലാണ്, ശരീഅത്തിന്റെ സൂക്ഷ്മമായ കാര്യങ്ങളിലേക്കുള്ള പ്രവേശനം സാധ്യമാവലാണ്. അപ്പോൾ ബാഹ്യമായ ശരീഅത്തിന്റെ അപ്പുറത്തേക്ക് അതിന്റെ സൂക്ഷ്മമായ അണ്ടർസ്റ്റാൻഡിങ് ഒരാൾക്ക് ഉണ്ടാവലാണ് ഈ ഇൽഹാം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും പാലിക്കൽ ഒരു ആരിഫായ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ബാഹ്യമായ ശരീഅത്തും ആ ശരീഅത്തിന്റെ ഉള്ളിലൂടെ അള്ളാഹു അവന് കാണിച്ചു കൊടുക്കുന്ന ചില ബോധ്യങ്ങളും അവന് പാലിക്കേണ്ടതുണ്ട്.